ഒരു വ്യക്തിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് മറ്റൊരു വ്യക്തിക്ക് വിൽക്കാൻ പാടില്ല എന്ന കാര്യം എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിൽക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ ബാങ്ക് അക്കൗണ്ട് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാനായി നൽകാനും പാടില്ല. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ KYC ഡീറ്റെയിൽസുമായി ആ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. KYC ഡീറ്റെയിൽസ് എന്നാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അർത്ഥം. KYC ഡീറ്റെയിൽസിനായി ബാങ്കുകൾ ആ വ്യക്തിയുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഫോട്ടോ, ആധാർ നമ്പർ, പാൻ നമ്പർ തുടങ്ങിയവയുടെ പകർപ്പുകൾ വാങ്ങുന്നതാണ്. ഇവയാണ് KYC ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായി, അതായത് പേഴ്സണൽ ID പ്രൂഫുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അക്കാരണത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നടത്തപ്പെടുന്ന എല്ലാവിധ ഇടപാടുകൾക്കും, എല്ലാവിധ പണമിടപാടുകൾക്കും ആ വ്യക്തി ഉത്തരവാദിയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: തട്ടിപ്പുകാർക്ക് ഒരിക്കലും അവരുടെ യഥാർത്ഥ ID പ്രൂഫ് കൊടുത്തുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയില്ല. കാരണം ആ അക്കൗണ്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും